അപ്പോൾ നീറ്റ് 2026 നമ്മുടെ കെമിസ്ട്രി ഫിസിക്സിന്റെ അനാലിസിസ് കിട്ടും. അപ്പോൾ കെമിസ്ട്രിയുടെ അനാലിസിസ് നമുക്ക് ഇവിടുത്തെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന് ചോദിക്കാം. സോ ഋഷാ സാർ, എന്തായിരുന്നു ഈ വർഷത്തെ ട്രെൻഡും അതോടൊപ്പം തന്നെ ചാപ്റ്റർ വൈസ് അനാലിസിസ് ഒക്കെ എന്തായിരുന്നു? ചാപ്റ്റർ വൈസ് നമ്മൾ നോർമലി പറയുന്ന പോലെ ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക്, ഓർഗാനിക് ഒക്കെ ഒരു ഈക്വൽ പ്രൊപ്പോർഷൻ. അതിൽ ഫിസിക്കൽ 16 ഏകദേശം 16 ക്വസ്റ്റ്യൻസ് വന്നു. ഇനോർഗാനിക്കിൽ ചാപ്റ്റേഴ്സ് കുറവല്ല, എന്നാലും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വന്നു. DNF ഒക്കെ 3 ക്വസ്റ്റ്യൻസ്, കെമിക്കൽ ബോണ്ടിങ് 3 ക്വസ്റ്റ്യൻസ്, ഫിസിക്കൽ ഇക്വിലിബ്രിയം 3 ക്വസ്റ്റ്യൻസ് വന്നു. ഓർഗാനിക് ഒരു ഓവറോൾ ഒരു 14 ക്വസ്റ്റ്യൻസ്. അതിൽ ടഫ്നെസ് ലെവലൊക്കെ എന്തായിരുന്നു? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റൻസ് തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത്ര ടഫായിട്ടും തോന്നിയിട്ടില്ല. സർ, ഫിസിക്കൽ കെമിസ്ട്രി കുഴപ്പിച്ചോ കുട്ടികളെ? ഇല്ലല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. പിന്നെ തെർമോലൊക്കെ ഒരു അത്യാവശ്യം വാല്യൂ വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും സിമ്പിൾ ആയിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക്കിന്റെ കേസിൽ കഴിഞ്ഞ വർഷം കുറെ സ്റ്റീരിയോ ഐസോമറിസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം സ്റ്റീരിയോ ഐസോമറിസ് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. ആകെ ഐസോമറിസ് വെച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അങ്ങനെ മൊത്തത്തിൽ ഓർഗാനിക് ആൻഡ് നല്ല റിയാക്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ അതുപോലും മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ക്വസ്റ്റ്യൻ. 45 വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ എജുപോർട്ടിലെ സ്റ്റുഡൻസ് ഒരുപാട് എല്ലാവരും മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് കുറെ പേര് 45 ശരിയാക്കി. പിന്നെ ഈ ഫിസിക്കൽ കെമിസ്ട്രിയിൽ സാധാരണ നമ്മൾ പറയുന്ന പോലെ പ്രോബ്ലംസിൽ 2 പ്രോബ്ലം ഡയറക്റ്റ് NCERT പ്രോബ്ലം തന്നെയാണ്. തെർമോഡൈനാമിക്സിലെ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സർ NCERT ക്വസ്റ്റ്യൻ ഇടുന്നതുകൊണ്ടാണ് അത് എക്സസൈസിലെ പ്രോബ്ലം, പിന്നെ പ്രോബ്ലംസ് ഒക്കെ നമ്മളെ മക്കൾ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇൻടെക്സ് പ്രോബ്ലംസ് ചെയ്തതാണെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് അവർക്ക് പറഞ്ഞതാ.